ഡിസംബർ 29 പുതിയ സിവിൽ പോലീസ് ഓഫീസറുടെയും അതേപോലെ തന്നെ WCPO വുമൻ സിവിൽ പോലീസ് ഓഫീസറുടെയും നോട്ടിഫിക്കേഷൻ വരികയാണ്. ഓക്കെ, ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് എങ്ങനെ നമുക്ക് സെൽഫായിട്ട് നമ്മുടെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാം, ഒരു ഇൻട്രോ സ്ട്രാറ്റജി എന്ന രീതിയിലാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഓക്കെ, സെൽഫായിട്ട് എങ്ങനെ നമ്മളെ പഠിത്തം മുമ്പോട്ട് കൊണ്ടുപോകാം. സോ നമുക്കറിയാം CPO +2 ക്വാളിഫിക്കേഷൻ, മിനിമം ക്വാളിഫിക്കേഷൻ +2 ആണ്. ഓക്കെ, ഓൾറെഡി ഞാൻ സബ് ഇൻസ്പെക്ടറുടെ ഇതേപോലെ നമുക്ക് നമ്മുടെ പ്രിപ്പറേഷൻ എങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോകാം എന്ന രീതിയിൽ ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു ഇൻട്രൊഡക്ഷൻ എന്ന രീതിയിൽ. അതേപോലെ തന്നെയാണിതും. ഓക്കെ, സോ നമ്മുടെ സെൽഫ് സ്റ്റഡിയാണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. സോ ഞാൻ ഓൾറെഡി പറഞ്ഞായിരുന്നു, ഞാൻ ഈ കഴിഞ്ഞ സബ് ഇൻസ്പെക്ടറുടെ പ്രിലിംസും മെയിൻസും പാസ്സായിരുന്നു. അതേപോലെ തന്നെ CPOയുടെ കഴിഞ്ഞ CPOയും ഈ CPOയുടെയും മെയിൻസ് പാസ്സായിട്ടുണ്ടായിരുന്നു. ഇത്രയും വലിയ കട്ട് ഓഫ് ഒക്കെ വന്ന് ഞാൻ പാസ്സായിട്ടുണ്ടായിരുന്നു. ഓക്കെ, അത് വേറെ കാര്യം. നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് വരാം. സോ നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ സ്റ്റാർട്ട് വിത്ത് PYQ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ. ഏത് എക്സാം എടുത്തു കഴിഞ്ഞാലും ബെസ്റ്റ് സോഴ്സ് ഓഫ് എനി എക്സാം. ഓക്കെ, ഇതിനേക്കാൾ മികച്ചൊരു സോഴ്സ് വേറെ ഇല്ല എന്ന് തന്നെ നമുക്ക് പറയാം. ഓക്കെ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ. സോ നമ്മൾ CPO ആണ് നമ്മൾ ഉദ്ദേശമെങ്കിൽ നമ്മൾ +2 ലെവൽ മെയിൻസ് എക്സാം, ഇനി ഒറ്റ എക്സാം ആണല്ലോ, നമുക്കറിയാം പഴയ പോലെ പ്രിലിംസും മെയിൻസും ഒന്നുമില്ല. അപ്പോൾ ഒറ്റ എക്സാം ആയതുകൊണ്ട് തന്നെ നമ്മൾ കഴിഞ്ഞ CPOയുടെയും സിവിൽ എക്സൈസ് ഓഫീസറുടെയും ഫയർമാൻ്റെയും ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് ചുമ്മാ ചെയ്ത് നോക്കുക. ഓക്കെ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുക. പ്രീവിയസ് ഇയർ എന്തുകൊണ്ടാണ് നോക്കണമെന്ന് പറയുന്നത്, നമ്മുടെ പഠിത്തം എങ്ങനെ നമ്മൾ മുമ്പോട്ട് കൊണ്ടുപോകണം, എത്ര ഡെപ്തിൽ നമ്മൾ പഠിക്കണം, ഏത് രീതിയിൽ നമ്മൾ മുമ്പോട്ട് പോകണം എന്നൊക്കെ തീരുമാനിക്കുന്നത് ഈ പറഞ്ഞ PYQ ആണ്. പലർക്കും PYQ പഠിക്കണം എന്ന് പറയുന്ന സമയത്ത് ഭയങ്കര ഒരു മടിയാണ്. ആദ്യം എന്തിനാണ് PYQ എന്തിനാണ് പഠിക്കുന്നത്, നമ്മുടെ സിലബസ് ഒക്കെ കഴിഞ്ഞിട്ട് പഠിച്ചാൽ പോരാ എന്നാണ് പലരും ചോദിക്കുന്നത്. അങ്ങനെയല്ല, ഏത് എക്സാം ആയി കഴിഞ്ഞാലും ഡിഗ്രി ലെവലായി കഴിഞ്ഞാൽ, ഇപ്പോൾ നിങ്ങൾ ഡിഗ്രി ലെവൽ സബ് ഇൻസ്പെക്ടറാണ് എഴുതാൻ പോകുന്നതെങ്കിൽ അതിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ 2 പ്രാവശ്യം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു, അത് ചെയ്ത് നോക്കുക. ഇനി വേറെ ഏതെങ്കിലും എക്സാം ആണെങ്കിൽ അതിൻ്റെ പ്രിലിംസും മെയിൻസൊക്കെ നോക്കുക. അതാണ് ഏറ്റവും ബെസ്റ്റ് മെത്തേഡ്. രണ്ടാമത്തേത് നമ്മുടെ സിലബസിൻ്റെ പ്രിൻ്റ് ഔട്ട് എടുക്കുക. സിലബസിൻ്റെ പ്രിൻ്റ് ഔട്ട് എടുത്ത് നിങ്ങളുടെ കയ്യിൽ വെക്കുക. ഓക്കെ, സിലബസ് ആണ് നമ്മുടെ ഹോളി PDF. ഓക്കെ, ഒറ്റ എക്സാമാണ്, മെയിൻസേ ഉള്ളൂ, നമുക്കറിയാം. സോ നമ്മുടെ മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷ്, മലയാളം, മാത്സ്. +2 ലെവൽ മെയിൻസ് എക്സാം എന്ന് പറയുന്നത് ഈ 3 സബ്ജക്റ്റിനും 30 മാർക്കാണ്. ഓക്കെ, ഇംഗ്ലീഷ്, മലയാളം, മാത്സ്, ഈ 3ലും നമ്മൾ നല്ല രീതിയിൽ ഫോക്കസ് ചെയ്യുന്നില്ലെങ്കിൽ നമ്മൾ ലിസ്റ്റിൽ വരാൻ സാധ്യത കുറവാണ്. നമ്മൾ ഒത്തിരി ജനറൽ സ്റ്റഡീസ് GK ഒക്കെ പഠിക്കുന്നുണ്ട്. ഓക്കെ, ഒരുപാട് പഠിക്കുന്നുണ്ട്. പക്ഷേ ഈ മലയാളം, മാത്സും ഇംഗ്ലീഷും തൊട്ട് നോക്കുന്നില്ലെങ്കിൽ പിന്നെ നമ്മൾ എത്ര പഠിച്ചിട്ടും കാര്യമൊന്നുമില്ല. ഈ 3 സബ്ജക്റ്റുമാണ് ശരിക്കും പറഞ്ഞാൽ ഏത് എക്സാം ആയാലും ഡിഗ്രി ലെവലായി കഴിഞ്ഞാലും ഈ 3 സബ്ജക്റ്റാണ് ശരിക്കും റാങ്ക് മേക്കിംഗ് സബ്ജക്റ്റ് എന്ന് പറയുന്നത്. ഈ 3ലും ഇംഗ്ലീഷ്, മലയാളം, മാത്സിൽ എത്രത്തോളം സ്കോർ ചെയ്യാൻ പറ്റുന്നുവോ അത്രത്തോളം ആ വ്യക്തി റാങ്ക് ലിസ്റ്റിൻ്റെ മുമ്പിലെത്തും. ഓക്കെ, പ്ലസ് എഡീഷൻ കൂടിയുണ്ട്, നമ്മളെ കറണ്ട് അഫയേഴ്സ് കൂടി വരുമ്പോൾ അവിടെ 40 മാർക്കാവും. ഓക്കെ, കറണ്ട് അഫയേഴ്സും കൂടി വരുന്ന സമയത്ത് അവിടെ 40 മാർക്കാവും. 40 മാർക്ക്, 100 മാർക്കിൽ 40 മാർക്ക് എന്ന് പറയുന്നത് വലിയൊരു ഇതാണ്. സോ ഇനി ഈ മലയാളം, മാത്സ്, ഇംഗ്ലീഷും എങ്ങനെ പഠിക്കുക എന്നുള്ള രീതിയിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ PYQ എടുത്ത് നോക്കുക. +2 ലെവൽ ഇംഗ്ലീഷ്, മലയാളം, മാത്സിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കുക. അപ്പം തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഏകദേശം ഏത് രീതിയിലാണ് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത് എന്നുള്ളത്. ഒരു ക്വസ്റ്റ്യൻ ടാഗ് നിങ്ങൾക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ സാധിക്കും. ഇംഗ്ലീഷിൻ്റെ ഒക്കെ എന്താ പറയുക, പോസിറ്റീവ് എന്ന് പറയുന്നത് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. ഒരു ക്വസ്റ്റ്യൻ ടാഗ്, ഒരു സെനോണിംസ് അങ്ങനെ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാം. ഓക്കെ, ഇഫ് ക്ലോസ്. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾ പല രീതിയിൽ നിങ്ങൾക്ക് പഠിക്കാം. ഓക്കെ, ഫസ്റ്റ് PYQ എന്തായാലും നോക്കണം. ഓക്കെ, PYQ നോക്കി നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ നിങ്ങൾക്ക് മാർക്കറ്റിൽ ഒത്തിരി ബുക്ക് അവൈലബിൾ ആണ് അല്ലേ, പല ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെയും ബുക്ക് അവൈലബിൾ ആണ്, ഇംഗ്ലീഷും മലയാളം, മാത്സ് എല്ലാത്തിൻ്റെയും ബുക്ക്. മാത്സിന് നിങ്ങൾ യൂട്യൂബ് കുറച്ചുകൂടി എന്താ പറയുക യൂസ് ചെയ്യുക. യൂട്യൂബിൽ മാത്സ് സോൾവിങ് ടെക്നിക്സ് ഒക്കെ ഒരുപാടുണ്ട്, ഒരുപാട് എന്താ പറയുക എഡ്യൂക്കേറ്റേഴ്സ് എടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ ടെലിഗ്രാം ചാനൽസ് ഉണ്ട്, ഇംഗ്ലീഷിനൊക്കെ ആയിട്ട് സ്പെസിഫിക് ആയിട്ടുള്ള ടെലിഗ്രാം ചാനൽസ് ഉണ്ട്. സോ ഈ ഒരു രീതിയിൽ നിങ്ങൾ പ്രിപ്പറേഷൻ കൊണ്ടുപോകാൻ ശ്രമിക്കുക. ഓക്കെ, ഇങ്ങനെ നമ്മുടെ കയ്യിലുള്ള ഫോണൊക്കെ യൂസ് ചെയ്തിട്ട് ഈ ഒരു രീതിയിലേക്ക് തന്നെ നമ്മളെ പ്രിപ്പറേഷൻ കൊണ്ടുപോകാം. പിന്നെയുള്ള ഏറ്റവും വലിയ ഡൗട്ടാണ് നമ്മൾ IPC CRPC ഒക്കെ മാറിയില്ലേ, അത് നമ്മൾ എന്ത് ചെയ്യണം എന്നുള്ളത്. ഓക്കെ, സ്പെഷ്യൽ ടോപ്പിക്ക് CPOയുടെ കേസാണെങ്കിൽ 20 മാർക്കാണ് അല്ല, സബ് ഇൻസ്പെക്ടർ ആണെങ്കിൽ 45 മാർക്കാണ്. ഓക്കെ, സോ നിലവിൽ ശരിയാണ് CRPC IPC എവിഡൻസ് ആക്ട് ഒന്നും നമ്മൾ പഠിക്കേണ്ട കാര്യമില്ല, ബിക്കോസ് അത് ചേഞ്ചായി. ഓക്കെ, പ്രസിഡൻറ്റ് സൈൻ ചെയ്തതോടുകൂടി പുതിയ നിയമം നിലവിൽ വന്നു കഴിഞ്ഞു. ഓക്കെ, IPC മാറി, IPC ഇല്ലാതെയായി, ഭാരതീയ ന്യായ സംഹിത വന്നു, ഭാരതീയ നാഗരിക് സുരക്ഷ സംഹിത വരുന്നു CRPCക്ക് പകരം. അതേപോലെ തന്നെ ഭാരതീയ സാക്ഷ്യ ബിൽ
എവിഡൻസ് ആക്ടിന് പകരം. ഇത് മൂന്നും മാറി. ഓക്കെ, IPC, CRPC, എവിഡൻസ് ആക്ട്, ഇത് മൂന്നും നമ്മൾ പഠിക്കേണ്ട കാര്യമില്ല. നമ്മൾ പഴയ ബുക്കൊന്നും വെച്ച് ഇനി പഠിക്കുന്നതിൽ അർത്ഥമില്ല. ഓക്കെ, അത് നമ്മൾ PSCയുടെ എന്താ പറയുക സിലബസ് വരട്ടെ. ഈ ഡിസംബർ 29 നോട്ടിഫിക്കേഷൻ വരും. 2 ആഴ്ച കൊണ്ട് തന്നെ സിലബസും PSC അപ്ഡേറ്റ് ചെയ്യും. PSC ഇപ്പോൾ എല്ലാം ഭയങ്കര ഫാസ്റ്റാണ് പുതിയ ചെയർമാൻ വന്നതോടുകൂടി, അതും നമുക്കറിയാം. സോ സ്പെഷ്യൽ ടോപ്പിക് എങ്ങനെ പഠിക്കാം? കേരള പോലീസ് ആക്ട്, NDPS ആക്ട്, അതേപോലെ തന്നെ ബാക്കിയുള്ള ആക്ടൊക്കെ ഉണ്ടല്ലോ, IT ആക്ട്, RT ആക്ട്, ഓക്കെ, പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ, സെക്ഷൽ ഒഫൻസസ് ആക്ട്, അങ്ങനെ പല ആക്ടും അവിടെ 5 ആക്ട് ബാക്കിയുണ്ട്. അത് നിങ്ങൾക്ക് പഠിക്കാമല്ലോ. ഇവിടെയൊന്നും ഭയങ്കരമായിട്ടുള്ള ചേഞ്ച് വരും നമ്മൾ പ്രതീക്ഷിക്കേണ്ട. ഓക്കെ, ഈ മൂന്നും CRPC, IPC, അതേപോലെ തന്നെ എവിഡൻസ് ആക്ടിലും ഇത് മൂന്നും കൂടി 9 മാർക്കാണ്. ബാക്കി 11 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ഇവിടെ ഉണ്ടല്ലോ, കേരള പോലീസ് ആക്ട്. അതിനൊന്നും വലിയ മാറ്റം അത് മാറിയിട്ടൊന്നുമില്ലല്ലോ. സോ CRPC, IPC മാറിയെന്ന് പറഞ്ഞ് ഒത്തിരി പേര് ചുമ്മാ ഇരിക്കുന്നുണ്ട് ഒന്നും പഠിക്കാതെ. അവരോടാണ് ഞാൻ പറയുന്നത്, ഈ 5 മാറിയില്ലല്ലോ സിലബസിലുള്ള. അതേപോലെ തന്നെ SIക്ക് പ്രിപ്പയർ ചെയ്യുന്നവരോടും എനിക്ക് ഇതാ പറയാനുള്ളത്, നിങ്ങളുടെ സിലബസിൽ ഈ മൂന്നും അല്ലാതെ ബാക്കി എന്തെങ്കിലും ഉണ്ടെങ്കിൽ, അതായത് നിങ്ങൾക്ക് സൈക്കോളജി നോക്കാം, അല്ലേ, ബേസിസ് ഓഫ് IT ആൻഡ് ക്രിമിനൽ 10 മാർക്കാണ് സബ് ഇൻസ്പെക്ടറുടെ സിലബസിൽ. സോ ആ രീതിയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രിപ്പറേഷൻ കൊണ്ടുപോകാം. ഇത് മാറി എന്ന് പറഞ്ഞ് ചുമ്മാ ഇരുന്ന് കഴിഞ്ഞാൽ നിങ്ങളുടെ കോമ്പറ്റീറ്റേഴ്സ് നിങ്ങളെ തോൽപ്പിച്ചുകൊണ്ട് വീണ്ടും ഫസ്റ്റ് അടിക്കും. നിങ്ങൾക്ക് പറ്റിയ തെറ്റ് ഇനിയും പറ്റാൻ പാടില്ല. സോ ഇനി വരുന്ന CPO എക്സാമിൻസൊക്കെ 500-ൻ്റെ അടുത്ത് വേക്കൻസീസ് ഉണ്ടാവുള്ളൂ. ഓക്കെ, അതൊരു സത്യാവസ്ഥയാണ്. ഇവൻ എന്താ പറയുന്നതെന്ന് നിങ്ങൾക്കിപ്പോൾ തോന്നാം, അതാണ് സത്യം. ഇനി വരുന്ന എല്ലാ CPOയും 400-ഉം 500-ൻ്റെ ഇടയിൽ വേക്കൻസീസ് മാത്രമേ ഉണ്ടാവുള്ളൂ. ഓക്കെ, അപ്പോൾ ആ ഒരു രീതിയിലേക്ക് നിങ്ങളുടെ പ്രിപ്പറേഷൻ കൊണ്ടുപോകണം. ഇനി പതുക്കെ ഒറ്റ ബാച്ചാവും. ഒരു എക്സാമിൽ ഒറ്റ ബാച്ചിനെ മാത്രമേ എടുക്കുള്ളൂ. ഒരു 350-400 പേരൊക്കെ ആയിട്ടുള്ള ഒറ്റ ബാച്ചിനെ മാത്രമേ പല ബറ്റാലിയനിൽ നിന്ന് എടുക്കുള്ളൂ. ആ ഒരു രീതിയിലേക്കാണ് എക്സാം പോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, എല്ലാ വർഷവും നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്ത്, ഓക്കെ, എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനിൽ എല്ലാ വർഷവും നോട്ടിഫിക്കേഷൻ വരട്ടെ. ഒരു 400 നോട്ടിഫിക്കേഷൻ വന്ന് ലിസ്റ്റിൽ വന്ന് എല്ലാവർക്കും ഒരു 450 പേരൊക്കെ ഫൈനൽ ലിസ്റ്റിൽ വരികയാണെങ്കിൽ എല്ലാവർക്കും ജോലി കൊടുക്കുക. എല്ലാ വർഷവും നോട്ടിഫിക്കേഷൻ വരികയാണെങ്കിൽ ഇത് നല്ലൊരു ഇത് തന്നെയാണ്, അല്ലേ? എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ് പറയുന്നത്. നിങ്ങളുടെ ഒപ്പീനിയൻ നിങ്ങൾ പറയാം. എല്ലാ വർഷവും നോട്ടിഫിക്കേഷൻ വരുന്നു, എല്ലാ വർഷവും 450-500 പേരെ ഫൈനൽ ലിസ്റ്റിൽ വരുന്നു, അവർക്ക് എല്ലാവർക്കും ജോലി കിട്ടുകയാണെങ്കിൽ ഇറ്റ് ഈസ് ഗുഡ്, ഐ തിങ്ക്, മൈ പേഴ്സണൽ ഒപ്പീനിയൻ. അതേപോലെ തന്നെ കട്ട് ഓഫ് കഴിഞ്ഞ പ്രാവശ്യം നമുക്കറിയാം നല്ല ഇൻക്രീസാണ്. 10-15 മാർക്കൊക്കെ ഇൻക്രീസ് ചെയ്തിട്ടുണ്ടായിരുന്നു, 13 മാർക്കൊക്കെ ഇൻക്രീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, സോ നെക്സ്റ്റ് കട്ട് ഓഫ് എന്ന് പറയുന്നത് നമ്മൾ 55-50 മുൻകൂട്ടി കാണുക. ഓക്കെ, അതായത് നിങ്ങളുടെ പ്രിപ്പറേഷൻ എന്ന് പറയുന്നത് കട്ട് ഓഫ് കിടക്കുകയല്ല ഞാൻ പറയാറ്. സോ നമുക്ക് പോവാം. അടുത്ത കുറച്ച് കാര്യങ്ങൾ കൂടി പറഞ്ഞ് നിർത്താം. സോ നമ്മൾ സിലബസ് നോക്കണം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് മാർക്സിൻ്റെ പ്രയോറിറ്റീസ് ചെയ്യണം. ഓരോ സബ്ജക്റ്റിനും നമ്മൾക്ക് പ്രയോറിറ്റി കൊടുക്കാൻ പറ്റണം. ഓക്കെ, ഭരണഘടന, കോൺസ്റ്റിറ്റ്യൂഷൻ 8 മാർക്കാണുള്ളത്, അല്ലേ? അവിടെ സയൻസും ഈ ഭരണഘടന പഠിക്കുന്നതിന് പകരം സയൻസ് പഠിച്ചാലേ നിങ്ങൾക്ക് 3 മാർക്കല്ലേ കിട്ടുള്ളൂ. സോ അങ്ങനെ പ്രയോറിറ്റൈസ് ചെയ്യണം സബ്ജക്റ്റ്. അതേപോലെ തന്നെ ഹിസ്റ്ററി, ജിയോഗ്രഫി, എക്കണോമി, ഇത് 3 പഠിച്ചാൽ 15 മാർക്ക്, 5-5 15 മാർക്ക്. സോ 15+8 അവിടെ തന്നെ വലിയ മാർക്കായി, അല്ലേ? അപ്പുറം നിങ്ങൾക്ക് സ്പെഷ്യൽ ടോപ്പിക്കും എല്ലാം കൂടി ഇംഗ്ലീഷ്, മലയാളം, മാത്സ്, കറണ്ട് അഫയേഴ്സ് ഒക്കെ കൂടി 60-80 മാർക്കിൻ്റെയോളം ക്വസ്റ്റ്യൻസ് ഇവിടുന്ന് മാത്രമായി. ഓക്കെ, സോ ഇങ്ങനെ പ്രയോറിറ്റൈസ് ചെയ്യാൻ പറ്റണം നിങ്ങൾക്ക്. ആൻഡ് നിങ്ങൾക്ക് കഴിഞ്ഞ തവണ കിട്ടാതായി പോയിട്ടൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ്. എല്ലാ വർഷവും എക്സാം വരുന്നതിൻ്റെ ഏറ്റവും വലിയ ഗുണം എന്ന് പറയുന്നത് ഇതാണ്. ഓക്കെ, ഒരു തവണ കിട്ടിയില്ല, ആൻഡ് യു ഹാവ് ടു റിപ്പീറ്റ് സിവിൽ സർവീസസ് എക്സാം പോലെയൊക്കെ. പിന്നെ കാത്തിരിക്കേണ്ട 3 വർഷമൊന്നും നമ്മൾ കാത്തിരിക്കേണ്ട ഈ ഒരു എക്സാമിന് വേണ്ടി, അല്ലേ? സോ നമ്മുടെ എയിം എന്ന് പറയുന്നത് വി വാണ്ട് ടു ബി ഇൻ ദി ടോപ്പ് 50, അല്ല ടോപ്പ് 100 വരണം. അല്ലാതെ ചുമ്മാ ലിസ്റ്റിൽ വന്നിട്ടൊന്നും കാര്യമില്ല. ഇപ്പം 45 കട്ട് ഓഫ് എങ്കിൽ ചുമ്മാ 45 മേടിച്ച് ലിസ്റ്റിൽ വന്നിട്ടൊന്നും ഒരു കാര്യമില്ല. വി ഹാവ് ടു ടോപ്പ് 50 വരണം, ടോപ്പ് 100 വരണം. ഓക്കെ, സോ അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ കട്ട് ഓഫിനേക്കാൾ എന്തുകൊണ്ടും 10-15 മാർക്കൊക്കെ നിങ്ങൾക്ക് കൂടുതൽ കിട്ടുകയാണെങ്കിൽ ഷുവർലി നിങ്ങൾക്ക് ഈ ജോലി ഉറപ്പിക്കാൻ പറ്റും. കട്ട് ഓഫ് 45 വന്നു, 46 നിങ്ങൾക്ക് മാർക്കുണ്ട്, നിങ്ങൾ ലിസ്റ്റിൽ വന്നാൽ നിങ്ങൾക്ക് ഡൗട്ടായിരിക്കും, അല്ലേ? എനിക്ക് കിട്ടുമോ എന്നുള്ള കാര്യത്തിൽ. സോ കട്ട് ഓഫിനേക്കാൾ കൂടുതൽ 10-15 മാർക്ക് വാങ്ങിച്ചു കഴിഞ്ഞാൽ ഷുവർലി നിങ്ങൾക്ക് കിട്ടും. സോ ആ ഒരു രീതിയിൽ നിങ്ങളുടെ പ്രിപ്പറേഷൻ മുമ്പോട്ട് കൊണ്ടുപോവുക. സോ ഒരു ടെലിഗ്രാം ചാനലുണ്ട്, ജസ്റ്റ് ടൈപ്പ് UPSC KS 2024 എന്ന് ടൈപ്പ് ചെയ്താൽ മതി. ഞാൻ കൂടുതൽ അപ്ഡേറ്റ് അവിടെ തരാം. ഓക്കെ,
ഇത് ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ വീഡിയോ ആണ്. ഇതിൽ കൂടുതൽ ഞാൻ എങ്ങനെ ഓരോ സബ്ജക്റ്റ് നമുക്ക് എങ്ങനെ പഠിക്കാം, ഏത് രീതിയിൽ കൊണ്ടുവരാമെന്നൊക്കെയുള്ള കാര്യം ഞാൻ ചെയ്യാം. ഓക്കെ, സോ എന്തെങ്കിലും സജഷനും അത് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഓക്കെ.